എനിക്ക് തോന്നിയ മണ്ടത്തരാണെന്ന് അറിയില്ല, എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു 5000-6000 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന മനുഷ്യരുടെ കൂട്ടായ്മ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ വളരെയധികം പുരാതനമായിട്ടുള്ള രീതികളും പ്രകൃതിയോട് ലയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യര്. ടെക്നോളജി, സാങ്കേതിക വിദ്യ എന്നൊക്കെ പറയുന്നത് ഇവരുടെ സ്വപ്നത്തിൽ പോലും വരാത്ത കാര്യങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൂട്ടം ആൾക്കാര് ആകാശത്ത് നിന്ന് പുറത്തിറങ്ങി വരുന്നത്. ഈ വന്നവരായിക്കോട്ടെ ടെക്നോളജിക്കലി വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കൂട്ടരായിരുന്നു. ഇവരുടെ കൈവശം കഴിക്കാനുള്ള വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രധാരണയായിരുന്നു ഇവരുടെ കൈവശം ഉണ്ടായിരുന്നത്. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള മരുന്നടക്കം ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു. അതോടൊപ്പം ഇവർക്ക് ഒട്ടും തന്നെ പരിചയമില്ലാത്ത രീതിയിലുള്ള പറക്കുന്ന മെഷീൻസ് ഒക്കെ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ ഈ വന്നിറങ്ങിയവർ ദൈവതുല്യമായിട്ടുള്ള ആൾക്കാരാണ്. ഇവർക്ക് ചെയ്യാൻ പറ്റാത്തതും ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പല കാര്യങ്ങൾ ഇവർ നിഷ്പ്രയാസം ചെയ്യുന്നു. അങ്ങനെ പയ്യെ പയ്യെ ഈ വന്നിറങ്ങിയവരെ ഇവർ ദൈവമായിട്ട് ആരാധിക്കാൻ തുടങ്ങുന്നു, ഇവരെ വിശ്വസിക്കാനും തുടങ്ങുന്നു. ഇവരെ ചുറ്റിപ്പറ്റി ഒരുപാട് റിച്വൽസും ഒരുപാട് കർമ്മങ്ങളും പൂജകളൊക്കെ ആയിട്ട് ഒരു കൾച്ചർ തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അവിടെ ഒരു റിലീജിയൻ ആരംഭിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഞാൻ വെറും മണ്ടനാണ്, ഞാൻ വെറും സ്യൂഡോ സയൻസിന്റെ ആളാണെന്നൊക്കെ തോന്നിക്കാം. പക്ഷെ ഞാനിപ്പോ ഈ പറഞ്ഞ സംഭവമില്ലേ, അത് ശരിക്കും നമ്മുടെ ലോകത്ത് നടന്ന ഒരു കാര്യമാണ്.